ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ വള്ളിപ്പയർ കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഞാനിവിടെ ഇത്രയും വള്ളിപ്പയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കുറച്ചധികം ചെറിയുള്ളി ഇതുപോലെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പിലയും അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം എരിവ് മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വറ്റൽമുളകിന് അത്യാവശ്യം നല്ല രീതിയിൽ എരിവുള്ളതുകൊണ്ട് ഞാനിവിടെ വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു പാകമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയറുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പയറൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇതിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇതിപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ടേസ്റ്റി ആയിട്ടുള്ള പയർ മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മെഴുക്ക് പുരട്ടി കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.